ഗൾഫ് സെക്ടറിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 400% വരെ വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ. അവധിക്കാലത്ത് നടത്തുന്ന സ്ഥിരം വർധനയ്ക്ക് പുറമെ ബോയിംഗ് 737 മാക്സ് 8 വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം കൂടി ചൂഷണം ചെയ്താണ് യാത്രക്കാരെ വിമാന കമ്പനികൾ പിഴിയുന്നത്. സ്വകാര്യ കമ്പനികളെ കടത്തിവെട്ടി എയർ ഇന്ത്യ കൂടി നിരക്ക് വർദ്ധിപ്പിച്ചതോടെ യാത്രക്കാരുടെ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയാണ്. അവധിക്കാലത്ത് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നത് വിമാന കമ്പനികളുടെ പതിവ് രീതിയാണ്. എന്നാൽ ഇത്തവണത്തെ നിരക്ക് വർധനവിന്റെ പോക്ക് 400% വരെയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരാഴ്ച മുമ്പ് കോഴിക്കോട് നിന്നും 6000 രൂപ നിരക്കിൽ ടിക്കറ്റ് ലഭിച്ച സെക്ടറിലേക്ക് 4 ഇരട്ടിയിലധികം വരെയാണ് നിലവിലെ നിരക്ക്. UAE സെക്ടറിലേക്ക്, പ്രധാനമായും ദുബായ്, അബുദാബി, ഷാർജ പോലുള്ള UAE സെക്ടറിലേക്ക് 6000-6500 രൂപ ഉണ്ടായിരുന്ന നിരക്ക് ഏകദേശം 200%, 200-220% വർദ്ധിച്ച് നാളത്തെ ഒരു നിലവാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20,000-21,000 രൂപയാണ് നാളത്തെ നിരക്ക് വരുന്നത്. സ്വകാര്യ കമ്പനികളെ വെല്ലുന്ന രീതിയിലാണ് എയർ ഇന്ത്യയുടെയും നിരക്ക് വർധനവ്. അമിത നിരക്ക് ഈടാക്കുന്ന എയർ ഇന്ത്യ വിമാനങ്ങളിൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായും പരാതിയുണ്ട്. മറ്റ് വിമാന കമ്പനികൾക്ക് 30,000 രൂപയാണ് കോഴിക്കോട് നിന്ന് ദുബായ്ക്കെങ്കിൽ എയർ ഇന്ത്യ അത് 45,000 കാണിക്കുന്നു അതിലെ വില. അപ്പോൾ ഫ്ലൈറ്റ് പോകുമ്പോൾ സീറ്റ് എയർ ഇന്ത്യക്ക് അകത്ത് 10, 20, 25 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ എയർ ഇന്ത്യ മറ്റുള്ള സ്വകാര്യ വിമാന കമ്പനികളെക്കാളും 150-200% ചാർജ് കൂടുതൽ ഇട്ടുകൊണ്ട് അവരുടെ സീറ്റിന് ഡിമാൻഡ് കുറക്കും. നിരക്ക് വർധനവിനുള്ള പ്രധാന കാരണമായി വിമാന കമ്പനികൾ നിരത്തുന്ന ബോയിംഗ് 737 മാക്സ് 8 വിമാനങ്ങളുടെ നിരോധനമാണെന്ന വാദവും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത്തരം വിമാനങ്ങൾ സർവീസ് നടത്താതിരുന്ന സെക്ടറിലും നിരക്കിൽ വലിയ വർധനവുണ്ടായി. ആകെ ഇപ്പം സ്പൈസ്ജെറ്റ് പോലുള്ള മറ്റുള്ള ഫ്ലൈറ്റുകൾ മാക്സ് 737-800 ഓപ്പറേറ്റ് ചെയ്യുന്നത് ജിദ്ദയിലേക്ക് മാത്രമാണ്. എന്നിട്ടും ഈ നിരക്ക് കൂടിയിരിക്കുന്നതും അതേപോലെ വിമാനങ്ങളുടെ സാങ്കേതിക തകരാറുകൾ പറഞ്ഞ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതുമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഉള്ളത്. വരും ദിവസങ്ങളിലും നിരക്ക് കുത്തനെ കൂടാനാണ് സാധ്യത. KR സാജു, മീഡിയ 1, കോഴിക്കോട്.